ഈ മീനിൻ്റെ വായിൽ കൂടെ പോയിട്ട് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾക്ക് വാലിൽ കൂടെ വെളിയിൽ വരുന്നതാണ്. നമ്മൾക്ക് കാണാം അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ. കാണുമ്പോൾ ചെറുതാണെങ്കിലും ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒരുപാട് വലുതാണ്. അങ്ങനെ ഉള്ളിൽ വായിലേക്ക് പോകുകയാണ്. മുതലയുടെ വായാണ്. മുതലയുടെ വായിൽ കൂടെ പോവാൻ ഇപ്പോൾ ഒരുപാട് മുതലയും ആനയും പക്ഷികളും എല്ലാം ഒരുപാടുണ്ട് പോവാൻ. ഇതാണ് മുതലയുടെ അകത്തേക്ക് പോകുന്ന വഴി. ഒക്കെ മുതലയുടെ വയറാണ്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. കാണുക. ഞാൻ ആദ്യം മീനാണ് വിചാരിച്ചത്. മുതലയാണ്. മുതലയുടെ വയറാണ്. അടുത്തതാണ് മീന്. ഇതെല്ലാം അവിടെ കാണുന്ന കാഴ്ചകളാണ്. മുതലയുടെ വയറ്റിൽ അകത്ത് കാണുന്ന കാഴ്ചകളാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് രസമുള്ള കാഴ്ചയായിരുന്നു കാണാനായിട്ട്. എല്ലാം ഓരോന്നും ഞാൻ കാണിച്ചു തരുന്നതാണ്. 3 മണിക്കൂറോളമായിരുന്നു ഞങ്ങൾ അവിടെ കറങ്ങിയത്. നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണുകയായിരുന്നു. അതായത് ഒരു ചരിത്രം മുഴുക്കെ ആനയുടെ വയറ്റിലും പക്ഷിയുടെ വയറ്റിലും മുതലയുടെ വയറ്റിലും എല്ലാം കാണുകയായിരുന്നു. രാമായണവും മഹാഭാരതവും എല്ലാം അതിൽ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. 4 നിലകളായിട്ടാണ് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാണുക. ഞാൻ ഓരോ വീഡിയോയിലും ഓരോ ഭാഗമായിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാം കാണിക്കുകയാണെങ്കിൽ 1 മണിക്കൂറോളം വേണ്ടി വരും. അതുകൊണ്ട് ഓരോ വാലിൽ പോകുമ്പോഴും ഓരോ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വാലെത്തിയിരിക്കുന്നു. ഇനി കൃഷ്ണ ഭഗവാന്റെ ഗരുഡന്റെ വായിലേക്കാണ് പോകുന്നത്. ഇനി അടുത്ത വീഡിയോ കാഴ്ചകൾ ഗരുഡന്റെ വായിൽ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത്. ഗരുഡൻ നമ്മളെ വിഴുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളുമായിട്ടാണ് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നത്. അവിടെയും മനോഹരമായ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഒരുപാട് നമ്മൾക്കിനി ഗരുഡന്റെ അകത്തേക്ക് പോവാം. അവിടുത്തെ കാഴ്ചയുമായി അടുത്ത വീഡിയോ. അവിടെയും ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. നോക്കൂ, സർപ്പവും ട്രെയിനും. ഇതാണ് അവിടുത്തെ കാഴ്ചകൾ. ഇതിൻ്റെ ചുറ്റുമാണ് കയറിയും ഇറങ്ങിയും 3 മണിക്കൂറോളമായിരുന്നു. കാലെല്ലാം വേദന തുടങ്ങി. നോക്കൂ, ആനയുടെ വയറ്. ആനയുടെ വായിൽ കൂടെ പോവുക, വാലിൽ കൂടെ വരിക, ട്രെയിന്, അതേമാതിരി പക്ഷി, പാമ്പ്, മയില് പറഞ്ഞ പോലെ എല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് കാഴ്ചയായിരുന്നു കാണാനുള്ളത്. ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല. ആകെ ക്ഷീണിച്ചു പോയി. കാലുവേദനയും
ക്ഷീണവും എല്ലാം ആയിപ്പോയി. അത്രയ്ക്കായിരുന്നു അവിടെ കാണാനുള്ളത്. എന്താണ് കാണേണ്ടത്, എന്താണ് വീഡിയോ എടുക്കേണ്ടത് എന്നൊന്നും അറിയുന്നില്ല. അത്രയ്ക്കുണ്ട് അവിടെ. നമ്മൾ ഏതാണ് എടുക്കണം, എന്ത് പറയണം എന്നൊന്നും അറിഞ്ഞില്ല. അത്രയ്ക്ക് കാണാനുണ്ട്. ഒരു ചരിത്രം, അതായത് രാമായണം, മഹാഭാരതം, പുരാണം പറയുന്ന പോലെ എല്ലാം അതിൻ്റെ ഉള്ളിൽ അടക്കിയിരിക്കുകയാണ്. അങ്ങനെ മെല്ലെ പക്ഷിയിൽ നിന്നും ഗരുഡനിൽ നിന്നും പുറത്തേക്കും മെല്ലെ വന്നു. അങ്ങനെ ഗരുഡൻ്റെ പുറത്തിലേക്കും വന്നു. അടുത്തത് ഇനി ആനയ്ക്കാണ് പോകുന്നത്. അടുത്തത് ആന വിഴുങ്ങാൻ പോവുകയാണ്. അടുത്ത കാഴ്ച ആനയുടെ വയറ്റിൽ എന്താണ് എന്നുള്ളതാണ്. ഇതെല്ലാം ആനീൻ്റെ വയറ്റിലുള്ള കാഴ്ചകളാണ്. സായിനാഥ് മഹാരാജ് കി. കുറച്ച് പേരൊക്കെ ഇപ്പോഴും ഗരുഡൻ്റെ വായിലോട്ട് പോകുന്നുണ്ട്. ദൈവമേ കൃഷ്ണ നാരായണ. ഗരുഡൻ്റെ മുകളിലായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിപ്പുണ്ട്. അങ്ങനെ വാലെത്തിയിരിക്കുന്നു. അങ്ങനെ ഗരുഡൻ്റെ വാലും എത്തിക്കഴിഞ്ഞു. അടുത്തത് എവിടേക്കാണ് പോകുന്നത്? അങ്ങനെ ഓരോരോ കാഴ്ചകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്ര നടന്നാലും തീരുന്നില്ല. നമ്മൾ പെട്ടെന്ന് അങ്ങനെ കയറിപ്പോകും, കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയാൽ മുകളിൽ എത്തുമ്പോഴേക്കും ഒരുപാട് മണിക്കൂറൊക്കെ ആകും. ചുറ്റി 4 നിലയിലും എത്തുമ്പോഴേക്കും നമ്മൾക്ക് കാലെല്ലാം വേദനയാകും. അത്രയ്ക്ക് അവിടെ കാണാനുണ്ട്. 4 നിലയാണെങ്കിലും ചുറ്റളവ് ഒരുപാട് ഉണ്ട്. എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവർ അടക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചകൾ എൻജോയ് ചെയ്യാനായിട്ട് ടൈമൊന്നും പോകുന്നത് നമുക്കറിയില്ല. അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല രസമാണ്. കാഴ്ചകൾ കാണാനും മനോഹര കാഴ്ചകളാണ്. ഋഷിമാരും ദൈവത്തിൻ്റെ എല്ലാ ചിലകളും പ്രതിമകളും എന്താണ് അവിടെ വേണ്ടത് എല്ലാം അവിടെ ഉണ്ട്. ഇത്രയും ചുറ്റളവാണ് കറങ്ങി വന്നിരിക്കുന്നത്. ട്രെയിനും കൃഷ്ണനും പാമ്പും മയിലും മുതലയും മീനും എല്ലാം വായിൽ കൂടെ പോയി പാലിൽ കൂടെ വരുന്നതാണ്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ചുറ്റി വരിക. അത്രയും 2 ഭാഗത്തിലായിട്ടും നിറയെ ഋഷിമാരുകളും എന്താണെന്നൊന്നും അറിയില്ല. കൈലാസമുണ്ട്, രാമായണം നടന്ന സ്ഥലമുണ്ട്, കാശിയുണ്ട്, രാമേശ്വരമുണ്ട്, എല്ലാം ഉണ്ട് അവിടെ കാണാനായിട്ട്. എല്ലാം തന്നെ അവിടെ ഉണ്ട്. അതന്നെ പറയുന്നത് ഒരു ചരിത്രം മുഴുക്കെ ഉണ്ട്. ദൈവീക ചരിത്രം മുഴുക്കെ അതിനുള്ളിൽ പോയാൽ കാണാൻ പറ്റും. ഞാൻ മതിയാക്കുകയാണ്. ഓം സായിറാം.